ഇനി ആരെങ്കിലും പടം ഏതെങ്കിലും താരങ്ങൾ വെച്ച് പടം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആരും വെച്ച് ചെയ്യാനാണ് ആഗ്രഹം? നെക്സ്റ്റ് പ്രോജക്റ്റ് 3 പടമാണ് ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറച്ചാലും കൂടി ചെയ്തിട്ട് എല്ലാവരുമായിട്ടും ചെയ്യാൻ ഇതുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ അടുത്ത പടം വേറൊരു സ്റ്റാറുമായിട്ട് ചെയ്യണം, വേറെ ടെക്നിക്കൽ ടീമുമായിട്ട് ചെയ്യണം. അങ്ങനെ എല്ലാം മിക്സ്. ഇപ്പൊ ജോണർ ഷിഫ്റ്റിംഗ് നടത്തുന്നത് പോലെ തന്നെ എല്ലാം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ബെസ്റ്റ് ഇട്ട് ഒരു ബെസ്റ്റ് റിസൾട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിലൂടെ ലേൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി കുറെ ചെയ്യും, സത്യമായിട്ടും ചെയ്യും. One last question. ചോദിച്ചതിന് ആൾക്കാർ ചോദിക്കരുത്, വേറെ ആരെങ്കിലും ചോദിക്കട്ടെ. രാജുവിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രോവേർട്ട് പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇന്റർവ്യൂലൊക്കെ. അപ്പൊ ഈ ഒരു രാജുവിന്റെ ഇൻട്രോവേർട്ട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഏത് ഇന്റർവ്യൂ. അപ്പൊ ഈ ഒരു ഇത്ര നേരം കേട്ടതിനെ കുറിച്ച് നോക്കുമ്പോൾ ഇതൊരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ ആണോന്നൊരു അസംഷൻ എനിക്ക് വന്നു. അതുകൊണ്ട് ഈ ഒരു റിലേറ്റഡ് ആണ് ചേട്ടന്റെ ക്യാരക്ടറും ഈ രാജുവിന്റെ ക്യാരക്ടറും. ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് ഒരു ബഹുജന ജനറിക് ഗ്രൂപ്പൊന്നുമല്ല. അപ്പൊ അതിൽ തന്നെ ഉണ്ടാവുമല്ലോ വലിയ വ്യത്യാസം ആൾക്കാർ തമ്മിൽ. ഞാൻ ഇപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് മാത്രം ഇത്തരം ഒരു ക്രൗഡിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ വരില്ല. എനിക്കൊരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. ഐ എം മോർ കംഫർട്ടബിൾ ഐദർ അലോൺ ഓർ എൻ്റെ ഒരു വളരെ ഇൻറ്റിമേറ്റ് സർക്കിളിൽ മാത്രം കംഫർട്ടബിൾ ആകുന്ന ഒരാളാണ് ഞാൻ. മേ ബി അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജീവനും അത്തരത്തിലൊരാളായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഇവർ സിമിലർ കൈൻഡ് ഓഫ് പീപ്പിൾ ആകുന്നില്ല. രാജീവൻ എന്നെ പോലെയേ അല്ല. രാജീവൻ എന്നിൽ നിന്നും ഒരുപാട് ദൂരത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇതിന്റെ ഈ സിനിമയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി എന്താ വെച്ചാൽ, ഞാൻ തൊട്ട് മുമ്പ് ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞാണ്. കാരണം ഈ നമുക്ക് അറിയാത്ത ആൾക്കാർ, നമുക്ക് ആരാണ് എന്താണ് എന്നറിയാത്ത ഒരാൾക്കാർ, ഫോർ എക്സാമ്പിൾ നമുക്ക് ചില ആളുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ അയൽക്കാരാണ്, പക്ഷെ നമുക്ക് അവരെ അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് ഒരു പക്ഷെ അവരെ കുറിച്ച് കേൾക്കുന്നത്, അറിഞ്ഞോ ഇന്നലെ അവരുടെ വീട്ടിൽ രാത്രി ഒരു കള്ളം കയറി, അപ്പൊ അവിടുത്തെ മറ്റേ പ്രവീൺ എന്ന് പറയുന്ന സോക്കോൾ എക്സോർവായി ആ കള്ളനെ തലക്കടിച്ചു കൊന്നു. അപ്പോൾ നമുക്കെന്താണ് പിന്നെ അയാളെ കുറിച്ചുള്ള നമ്മുടെ ഫേസ്റ്റ് ഐഡന്റിറ്റി? വീട്ടിൽ കക്കാൻ കയറിയ കള്ളനെ തലക്കടിച്ചു കൊന്ന യുവാവ്, അതാണ് അയാളെ കുറിച്ചുള്ള നമുക്ക് അറിയുന്ന ഫസ്റ്റ് ഐഡന്റിറ്റി. അയാളെ ഒരു സാധാരണ മനുഷ്യനായിരിക്കും. അയാൾ അപ്പോൾ അന്ന് രാത്രിയിൽ സംഭവിച്ച മറ്റെന്തോ കാരണങ്ങളാൽ സംഭവിച്ചൊരു ഇതായിരിക്കാം. പക്ഷെ നമുക്കും അയാൾക്ക് ചുറ്റുമുള്ള സമൂഹത്തിനും അയാളെ കുറിച്ച് ഇപ്പോൾ ഐഡന്റിറ്റി കള്ളനെ തലക്കടിച്ചു കൊന്ന ആൾ എന്നുള്ളതാണ്. അപ്പോൾ അത് സർക്കംസ്റ്റാൻസ് അയാൾക്ക് കൊടുക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. അതുപോലൊരു സീരീസ് ഓഫ് സർക്കംസ്റ്റാൻസസിലൂടെ താൻ ആഗ്രഹിക്കാത്ത, താനായി കൺസ്ട്രക്ട് ചെയ്യാത്ത ഒരു ഐഡന്റിറ്റി ഉണ്ടായി പോകുന്ന ഒരാളാണ് ഈ സിനിമയുടെ നരേറ്റീവിനോട് രാജീവൻ എന്ന് പറയുന്ന ഈ നോബഡി. അതാണ് ഇതിലെ കഥാപാത്രം. അല്ലാതെ ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒറ്റ ഇടാൻ പറ്റുന്ന ഒരാളല്ല. ഹലോ, അച്ചോട്ടാ, വാരണാസിയെ പറ്റി 22 ചോദ്യം ചോദിച്ചു. വാരണാസിയെ പറ്റി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്? ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കുംഭയെ പറ്റി എന്താണ് ഞങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കാനുള്ളത്? എനിക്ക് അറിഞ്ഞ സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയുണ്ട് കുറച്ചുകൂടെ ഷൂട്ടിംഗ് ഉണ്ട്. ഞാനിപ്പോ ഇത് അടുത്ത ജോയിൻ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഷൂട്ടിങ്ങിനാണ്. നന്നായിരിക്കും. നിങ്ങൾ ആ സിനിമയ്ക്കും നമ്മളിത് ചെയ്യില്ലേ? നിങ്ങൾ ഇതുപോലെ വരില്ലേ? നമ്മൾ എന്തായാലും ഒരു പ്രസ് മീറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ എല്ലാം പറഞ്ഞാൽ അപ്പൊ എന്ത് പറയും? എന്നാ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകണം? അതെങ്കിലും ഇതിന് പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നു. എന്നാ ഹാരിസൺ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത്? ഹാരിസ് പറയും ഇവിടെ ഇല്ല, സോറി, പ്രീ പ്രൊഡക്ഷൻ നടക്കണം. ഇപ്പൊ ഒരു രാഹുലും ടീമും പ്രീ പ്രൊഡക്ഷൻ നടക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.